ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി.എഡിലെ തന്നെ പേപ്പർ 1 ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന ഫിലോസഫി പേപ്പറിൽ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസിലും ആയിട്ട് അതായത് എക്സാമിന് ആയിട്ട് വരാവുന്ന ഒരു ഏരിയയാണ് എഡ്യൂക്കേഷൻ ഇൻ ആൻസിയൻ കേരള എന്നുള്ളത്. 4 മാർക്ക് ക്വസ്റ്റ്യനിലും വരാറുണ്ട്, അതുപോലെ തന്നെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ തന്നെയാണ് എഡ്യൂക്കേഷൻ ഇൻ ആൻസിയൻ കേരള. അത് ആൻസിയൻ കേരളയിൽ എങ്ങനെയായിരുന്നു നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നത്. സോ നമുക്ക് അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ അതിൽ പറയാവുന്നത് കളരീസ് ആണ്. കളരി ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഗീവ് ട്രെയിനിങ് ഇൻ മാർഷ്യൽ ആർട്സ്. നമുക്കറിയാമല്ലോ, മാർഷ്യൽ ആർട്സിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് കളരീസ് എന്ന് പറയുന്നത്. കളരി ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കോമൺ ഇൻ ആൾ പാർട്സ് ഓഫ് മലബാർ ഈവൻ ടുഡേ. ഇന്നും നിലനിൽക്കുന്നുണ്ട്. ദ ട്രെയിനിങ് ഗിവൺ ഇൻ ദ കളരി ഈസ് കാൾഡ് കളരിപ്പയറ്റ്. The people are given regular physical exercise and training in the use of weapons such as kuruvadi, sword, shield, etc. Each kalari is presided over by its panikar or kuruപ്പ്. അപ്പോൾ അതിൻ്റെ നേതൃത്വം നൽകുന്ന ആളെയാണ് പണിക്കർ അല്ലെങ്കിൽ കുറുപ്പ് എന്ന് പറയുന്നത്. ദ കോഴ്സ് ഓഫ് ദ ട്രെയിനിങ് ഇൻ എ കളരി ബിഗിൻസ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് കർക്കിടകം. അപ്പോൾ കർക്കിടകത്തിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒന്നും കൂടി പറയാം. ഫസ്റ്റ് വൺ കളരിയാണ്. മാർഷ്യൽ ആർട്സിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കളരി എന്ന് പറയുന്നത്. മലബാറിലൊക്കെ ഇന്നും കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. കളരിപ്പയറ്റാണ് അവിടെ നടക്കുന്ന മേജർ ആയിട്ടുള്ള ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കളരിയിൽ the people are given regular physical exercise and training in the use of weapons such as kurvadi, spear, dagger, sword, shield, etc. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ മേജർ ആയിട്ടുള്ള ടീച്ചർ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ആളെ എന്ന് പറയുന്നത് പണിക്കർ അല്ലെങ്കിൽ കുറുപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് കുടിപ്പള്ളിക്കൂടം. അപ്പോൾ ആൻസിയൻ്റ് ആയിട്ടുള്ള കേരളയിൽ അന്ന് നിലനിന്നിരുന്ന ഒന്നാണ് കുടിപ്പള്ളിക്കൂടം. അതായത് കളരി കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കുടിപ്പള്ളിക്കൂടം എന്ന് പറയുന്നത്. Kodipallikudam is another oldest educational institution prevailed in India. This type of institution were existed before 19th century. The main aim of this institution was to give education for all type of people including non-Brahmins. So അന്നത്തെ ഒരു കാലത്ത് ബ്രാഹ്മിൻസ് വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾക്ക് മാത്രം എഡ്യൂക്കേഷൻ അങ്ങനത്തെ ഒരു സമ്പ്രദായമായിരുന്നു. അതിനുശേഷം ഈ ഒരു കുടിപ്പള്ളിക്കൂടം വന്നതോടുകൂടിയാണ് നോൺ ബ്രാഹ്മിൻസിനും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദേ വർ കൺട്രോൾഡ് ബൈ കോമൺ മാൻ ഫോർ ദ ചിൽഡ്രൻ. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്നതും കോമൺ മാൻ ആയിരുന്നു. ഈച്ച് വില്ലേജ് ഹാഡ് മിനിമം 1 കുടിപ്പള്ളിക്കൂടം ആൻഡ് ഇറ്റ് ഹാസ് 1 ടീച്ചർ നെയ്മഡ് ആശാൻ ആൻഡ് ഹി ഹാസ് നോ ഫിക്സ്ഡ് സാലറി. അന്ന് സാലറി ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഹി ഗോട്ട് സാലറി ഇൻ ദ ഫോം ഓഫ് ഗിഫ്റ്റ് ആൻഡ് ഫുഡ് ഐറ്റംസ് ഫ്രം സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്. സോ അന്നത്തെ കേസിൽ സാലറി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു സ്റ്റുഡൻസ് അവരുടെ പാരൻസ് നൽകുന്ന ഗിഫ്റ്റ്, ഫുഡ് ഐറ്റംസ്, അതൊക്കെയായിരുന്നു അവരുടെ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, ഓറൽ വേ ഓഫ് ടീച്ചിങ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ദ ചൈൽഡ് വിൽ ലേൺ അബൌട്ട് ആൽഫബറ്റ് ആൻഡ് നമ്പേഴ്സ്. ആൻഡ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാവ് നോ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം ഗവൺമെൻറ്. നമുക്കറിയാം അന്നത്തെ ആ ഒരു കേസിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നോൺ ബ്രാഹ്മിൻസിനും കൂടി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന തരത്തിൽ തുടങ്ങിയിട്ടുള്ള ഒന്നാണ് കുടിപ്പള്ളിക്കൂടം. അടുത്ത നോക്കൂ, ഓത്തുപള്ളീസ്. ഓത്തുപള്ളി were traditional religious institution of Muslim of North Kerala attached to mosque. മോസ്കുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന ചില ട്രഡീഷണൽ ആയിട്ടുള്ള റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഓത്തുപള്ളീസ് എന്ന് പറയുന്നത്. ദിസ് വാസ് എ ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ഔട്ട്സൈഡ് ദി മോസ്ക് അണ്ടർ ദ കെയർ ഓഫ് മുല്ലാക്ക ഓർ മുസ്ലിയാർ. ഓത്തുപള്ളീസ് were single teacher institution where a single teacher would handle the class as a single unit, irrespective of the age and standard of pupil. The only educational tool used in class was a wooden slate polished, and then Quran passage was learned by pupil. Othupalli were considered as a centers of primary levels of learning. അപ്പോൾ ഈ ഒരു ലേണിങ്ങിൻ്റെ പ്രൈമറി ലെവൽ എന്ന് പറയുന്നത് ഓത്തുപള്ളിയിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ആഫ്റ്റർ എഡ്യൂക്കേഷൻ ഫ്രം ഓത്തുപള്ളി സ്റ്റുഡൻസ് മേ പ്രിഫർ ടു ജോയിൻ ദർസ് ഹയർ ലേണിംഗ് സെൻറ്റേഴ്സ് ആയിരുന്നു അത്. പിന്നീട് പറയുന്നതാണ് മദ്രസ.
Muslims established maktabs and madrasas, and these institutions were attached to mosque. Maktab was a place where primary education was given. അപ്പോൾ പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരുന്ന ആളായിരുന്നു മക്തബ് എന്ന് പറയുന്നത്. ദ മെയിൻ എയിം ഓഫ് മക്തബ് വാസ് enable the pupil to read a holy Quran and understand religious prayers. ഹോളി ഖുറാൻ റീഡ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിനെ മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ഈ ഒരു മക്തബും അതുപോലെ തന്നെ മദ്രസയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. മദ്രസ were higher education centers. After completing education in മക്തബ് പീപ്പിൾ ജോയിൻ മദ്രസ. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള സെന്റേഴ്സ് ആണ് മദ്രസ എന്ന് പറയുന്നത്. മക്തബിന് ശേഷമാണ് മദ്രസയിൽ ജോയിൻ ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ഇൻ ദി മദ്രസ വാസ് അണ്ടർ 2 കാറ്റഗറി, റിലീജിയസ് ആൻഡ് സെക്യുലർ. ഫിഫ്ത്ത് വൺ, സാലൈ. The Salai was a boarding school in which the Brahmins youth got free boarding and lodging and underwent a course of instruction in the Veda and other branches of Sanskrit learning. Okay, അപ്പോൾ ബ്രാഹ്മിൻസിന് സാൻസ്ക്രിറ്റ് ലേണിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വേദ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു സാലെ എന്ന് പറയുന്നത്. The system of education practiced in the Salai aimed at the holistic development of the student, and there were also libraries attached to the ടെമ്പിൾ വിത്ത് ഗുഡ് കളക്ഷൻസ് ഓഫ് ബുക്ക്. അപ്പോൾ അന്നത്തെ കേസിലും ലൈബ്രറീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ശാലകൾ എന്ന് പറയുന്നത് നമ്മളുടെ ടെമ്പിളിനോട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും കാണപ്പെടുക. അത് റിലേറ്റ് ചെയ്തിട്ട് തന്നെ അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് തന്നെ ഗുഡ് കളക്ഷൻസ് ഓഫ് ബുക്സ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈബ്രറീസും കാണുന്നുണ്ടായിരുന്നു. ടെമ്പിൾ അതോറിറ്റീസ് ഓൾസോ കണ്ടക്ടഡ് വേദിക് റെസിറ്റൽസ് and competitive test in order to encourage the study of Vedas. The most popular Shalai were Kandallur, Prathipapuram, Tiruvalla and Murikulam. അപ്പോൾ അതിന് ശാലയ്ക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. The Shalai were Vedic institution where the study of grammar, theology, philosophy, etc. undertaken. The Cholachera War of 11th century seems to have led to the decline of Salai. അതിനുശേഷം പറയുന്നതാണ് സഭാമഠ്. After the decline of this Salai, by 13th century AD, a new mode of educational institution came up in its place. There were Sabhamats or temple universities of the North and Central Kerala. North and Central Kerala ഈ 13th സെഞ്ചുറിയിലായിട്ട് രൂപം കൊണ്ടുവന്നിട്ടുള്ളതാണ് സഭാമഠ് എന്ന് പറയുന്നത്. This system followed Gurukula system of education. The students were taught subjects like Veda, Upanishad and Vyakarana. But the higher educational facility offered by the mats were beyond the reach of mass. Seventh one, Buddha Viharas. Buddha Vihara or monastery is an important form of institution associated with Buddhism. It may be defined as a residence for monks, a center for religious work, meditation and a center of Buddhist learning. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ ഇൻ ആൻഷ്യൻ കേരള എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ്, അപ്പോൾ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വെച്ചാൽ എന്താണ് ഈ ഒരു സിസ്റ്റത്തിൽ വരുന്നത് എന്നുള്ളത് ഓരോന്നും പറഞ്ഞതിന് ശേഷം കുറച്ച് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എന്ന് വരുമ്പോൾ നമുക്ക് എന്തായാലും തന്നെ ഇതൊരു നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ ഇൻ ആൻഷ്യൻ കേരള എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അന്ന് നിലനിന്നിരുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും അവിടെ എങ്ങനെയാണ് ആ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇമ്പാർട്ട് ചെയ്തിരുന്നത് എന്നും ഉള്ളതുകൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും എഴുതാനും പറ്റണം. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. താങ്ക്